ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് വയനാട് മീഡിയ. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ റെസിപ്പിയാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബജ്ജിയാണ്, മുളക് ബജ്ജി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മിർച്ചി തമിഴ്നാടൻ സ്റ്റൈല്. ഒരു മീഡിയം സൈസിലുള്ള മുളക് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്, ബജ്ജി മുളക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ, നമ്മൾ ബജ്ജി മുളക് എടുത്തിട്ടുണ്ട്, 5 എടുത്തിട്ടുള്ളൂ ഇപ്പോൾ കാണിക്കാൻ. പിന്നെ അതിൻ്റെ മസാലയ്ക്ക് കടലപ്പൊടിയും കുറച്ച് അരിപ്പൊടിയും, പിന്നെ മസാല ചേർക്കാനുള്ളതാണ് എരിവിന് വേണ്ടിയിട്ട്. മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, കുറച്ച് ഉപ്പ്. പിന്നെ ഇത് നമ്മൾ മുളകിൻ്റെ ഉള്ളിൽ മുളക് കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത് അരച്ച് ചേർക്കും. അതിന് വേണ്ടി പുളി, ചെറിയുള്ളി, ഒരു ബജ്ജി മുളക്, ചെറിയ ജീരകം, ഇത്രയും സാധനം എടുത്തിട്ടുള്ളത്. ഇത് നമ്മളെന്ത് ചെയ്യുക, ഇത് അരച്ചെടുക്കുക ആദ്യം തന്നെ. മുളകൊന്ന് പൊട്ടിച്ചെടുക്കുക, പുളി ഇട്ടെടുക്കുക, ഒരു നുള്ള് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പൊടി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു പൊടി അരച്ചെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, തീ കത്തിക്കുക. നമ്മൾ മാവ് കടിച്ച് വരുമ്പോഴത്തേക്ക് എണ്ണ ചൂടായി വരും. ഇനി നമുക്ക് അടുത്ത മാവ് അടിച്ചെടുക്കാം. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ കടലപ്പൊടി കുറച്ചെടുത്തിട്ടുണ്ട്. ഓരോരുത്തർ ക്വാണ്ടിറ്റി എത്ര ഇതുണ്ടോ അതിനനുസരിച്ച് എടുക്കുക. അരിപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇത് വെച്ച മുളക് പൊടി, കാശ്മീരി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യാം, അത് മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ അപ്പക്കാരം അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ പൊന്തി വരും മാവ്. നന്നായിട്ട് അടിച്ചു കൊടുക്കാം. അങ്ങനെ അടിക്കുന്നതിന് കൊണ്ട് പകരം ഒന്ന് പൊന്തി കിട്ടും മാവ്. മാവൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മുളക് ചീന്തിയിട്ട് ഇതൊക്കെ കുരു എന്ത് ചെയ്യാം, നമുക്ക് കളയാം. എല്ലാ മുളകും നമുക്ക് എന്ത് ചെയ്യാം, അതേപോലെ ചീന്തിയെടുക്കാം. എല്ലാം ചീന്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അരച്ച് വെച്ച മസാല അതിൻ്റെ ഉള്ളിൽ തേച്ച് കൊടുക്കാം. പുളി, പച്ചമുളക് തന്നെ അരക്കാൻ കാരണം മസാല ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ചേർക്കാൻ മാത്രമാകുമ്പോൾ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, മാവിൽ മുക്കിയിട്ട് മെല്ലെ ഇട്ട് കൊടുക്കാം. നൈസായിട്ട് മതി മാവ്, ഓവർ കട്ടിയാലും പറ്റത്തില്ല. ജസ്റ്റ് ഒന്ന് വടിച്ചു കൊടുക്കാം, എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം.
മുളക് ബജ്ജി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്, ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതേ മെത്തേഡിൽ ട്രൈ ചെയ്ത് നോക്കുക. ചെറിയുള്ളിയും പുളിയും ഉള്ളിൽ ചേർത്തിട്ട് ചെയ്ത് നോക്കുക. നമ്മൾ ഈ മുളക് ഇട്ടത് കൂടുതൽ മസാല ഉള്ളിൽ ചെല്ലാൻ വേണ്ടിയിട്ടാണ്, അല്ലെ കുറേ ക്വാണ്ടിറ്റി കൂടേണ്ടി വരും. അതുകൊണ്ട് ഈ മെത്തേഡിൽ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.